ഹലോ ഗായ്സ്, അപ്പോൾ എക്സ്പോയിൽ നമ്മളെ വാട്ടർഫോൾസുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരുപാട് ആക്ടിവിറ്റീസും റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, പഴയ പഴയ മിഠായികൾ, പേനകൾ, അത് ഇത് തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ഫാൻസി സാധനങ്ങളൊക്കെ നല്ല രസമുള്ള സാധനങ്ങൾ, ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദിയമോളും മാരുസൊക്കെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഗെയിം സെക്ഷനാണ്, പലതരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൂടാതെ കുറേ റൈഡുകൾ കേട്ടോ, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള മുതിർന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. ഋതുട്ടം ഒരു ബൈക്കിൻ്റെ റൈഡിൽ കയറി, ദിയമോൾ കയറണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഋതു മാത്രം അതിൽ കയറി. പിന്നെ ഞങ്ങൾ ഏന്തൂർഞ്ഞാലിൽ കയറി കേട്ടോ. ദിയമോളും ഋതുവൊക്കെ പേടിക്കുന്നു വിചാരിച്ചു, പക്ഷേ ആർക്കും ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കയറിയതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതേപോലെ ഒരു തോണീൻ്റെ പോലെ, എന്താ അതിൻ്റെ പേര് നിൽക്കാൻ ഓർമ്മയില്ല, അതിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഏന്തൂർഞ്ഞാലിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. താഴത്തേക്ക് നോക്കിയാൽ താഴെ മൊത്തമായിട്ട് കാണാം, നല്ല രസം. ദിയമോളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ വിചാരിച്ചു ദിയമോൾക്ക് പേടിയാവുന്നു, പക്ഷേ അങ്ങനത്തെ പേടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തോണീൻ്റെ പോലുള്ള സാധനത്തിൻ്റെ പേരെന്താ, ഡ്രാഗൺ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ദിയമോൾക്ക് ഇതിലും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.